ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. രാത്രി 6-നും 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രിക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന KCB കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വൈദ്യുതി വിതരണം തടസ്സരഹിതമായി നിർവഹിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണവും KCB ആവശ്യപ്പെട്ടു. സുനിഷ അയലൂർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, ഒന്ന് അരമണിക്കൂറോളം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. മറ്റൊന്ന്, ആ വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പൊതുജനങ്ങളിൽ നിന്നുള്ള സഹകരണം കൂടി ആവശ്യപ്പെടുകയാണ് KCB. എന്തൊക്കെയാണ് അഭ്യർത്ഥനകൾ? മധു, വൈദ്യുതിയുടെ ഇത്തരത്തിലുള്ള ഉപയോഗം കുറക്കാൻ, അതായത് ഉപഭോക്താക്കൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് KCB ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ KCB ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 6 മണി മുതൽ 12 മണി വരെയുള്ള സമയം തന്നെയാണ്. ഈ പീക്ക് ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പകരം അത് രാവിലെ പുലർച്ചെ 12 മണിക്ക് ശേഷം ചാർജ് ചെയ്തുകൊള്ളൂ എന്നുള്ളത് KCB പറയുന്നത്. ഒപ്പം ഇൻഡക്ഷൻ കുക്കറുകൾ അടക്കം പ്രവർത്തിക്കുന്നത് ഈ സമയത്ത് പ്രവർത്തിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി KCB മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും അധികം ഈ ചൂടുകാലത്ത് ഉപയോഗിക്കുന്നത് AC ആണ്. അതുകൊണ്ട് തന്നെ AC ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ താപനില 24, 26 എന്ന രീതിയിൽ ക്രമീകരിക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്നൊരു കാര്യം കൂടി KCB മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ പരമാവധി ഇത്തരത്തിൽ ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗമെല്ലാം ഈ പീക്ക് ടൈമിൽ ഒഴിവാക്കുക എന്നുള്ളൊരു ആവശ്യമാണ് KCB മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമാണ് തടസ്സരഹിതമായി വൈദ്യുതി നൽകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ അരമണിക്കൂർ നിയന്ത്രണം വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനവും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലും തന്നെയും ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക KCBയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉപഭോക്താക്കളോട് കൂടി ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ KCB മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഏതായാലും ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ഉപഭോക്താക്കൾ കൂടി ചെയ്താൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് KCB വിലയിരുത്തുന്നത്. മധു, ഈ പറഞ്ഞതുപോലെ നേരത്തെ ലോഡ് അമിതമാകുമ്പോഴുള്ള ഈ കട്ടാക്കൽ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ വൈദ്യുതി പോകുമെന്നുള്ളത് KCB അറിയിച്ചു കഴിഞ്ഞു. അരമണിക്കൂർ നേരത്തേക്ക് വൈദ്യുതി പോകും. 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിലെ അരമണിക്കൂർ നേരം എന്നുള്ളതാണ് KCB കണക്ക് കൂട്ടുന്നത്. അതോ വിവിധ ഘട്ടങ്ങളിലായിട്ടാണോ? വ്യക്തത വരുത്തുന്നുണ്ടോ KCB? മധു, നിലവിൽ ഇല്ല, അതിലൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് തരത്തിലാണ് ലോഡ് ഷെഡിംഗ് മാതൃകയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ അരമണിക്കൂർ കൃത്യമായി നേരെ ഒരു അരമണിക്കൂർ നേരം എന്നുള്ളത് തന്നെയായിരിക്കും. ഒരുപക്ഷെ 15 മിനിറ്റ് എന്നുള്ളത് നേരത്തെ ലോഡ് കൂടി ഈ ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലായിരിക്കില്ല. നേരിട്ട് അരമണിക്കൂർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നിലവിലെ ക്രമീകരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രി മുതൽ തന്നെ, ഇന്ന് 6 മണി മുതൽ 12 മണി വരെ വിവിധ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ തന്നെ കറണ്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് KCB കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ മഴയ്ക്കുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു 2 ദിവസം മഴ ലഭിച്ചാൽ വീണ്ടും പ്രതിസന്ധി കുറയുമെന്നുള്ളതാണ് KCBയുടെ ഒരു കണക്കുകൂട്ടലായി വരുന്നത്. ഏതായാലും നിയന്ത്രണം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളോട് തന്നെ, ഉപഭോക്താക്കളോട് തന്നെ ചില നിയന്ത്രണങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം, ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ മുന്നോട്ട് നിർദ്ദേശങ്ങളായി KCB വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലൂടെ എല്ലാം പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത് നിലവിൽ. സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. KCB പൊതുജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യപ്പെടുകയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനു വേണ്ടി. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ. AC-യുടെ താപനില 24-നും 28-നും ഇടയിൽ ക്രമീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.